അച്ഛാ, മായാൻറ്റി എപ്പോഴാ വരുന്നത്? കുറച്ച് കഴിയുമ്പോ എത്തും. മോള് സുമാൻറ്റിയോട് ലഞ്ചിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലെന്ന് ചോദിക്കേ. അതൊക്കെ ഞാൻ ചോദിച്ചു. അമ്മ എങ്ങോട്ടാ പോകുന്നത്? അറിയില്ല. അമ്മയെ അതുകൊണ്ടും റെഡി ആയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാ പോവാന്ന് തോന്നുന്നു. ആന്റി വരുമ്പോ ഇവിടെ നിൽക്കാതിരിക്കാനായിരിക്കും. മേ ബി ആയിരിക്കും. പോകാൻ പറ്റില്ലെന്ന് അച്ഛന് പറഞ്ഞൂടെ? ഒരു ഗസ്റ്റ് വരുമ്പോ നമ്മള് ഫാമിലി മെമ്പേഴ്സ് മുഴുവൻ ഇവിടെ ഉണ്ടാവണ്ടേ? അമ്മ പോവാണെങ്കിൽ പോട്ടെ, അവസരങ്ങൾ നമ്മുടെ മുമ്പിലും വരുമല്ലോ. അച്ഛൻ അമ്മയെ കൺട്രോൾ ചെയ്യാൻ അറിയില്ലേ? അമ്മ ഇപ്പൊ അച്ഛന്റെ കൺട്രോളിലല്ല. രണ്ടുപേരും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചല്ല ജീവിക്കുന്നത്. സാരംഗ്, ഞാൻ മോർണിംഗ് കൂട്ടി ഒന്ന് പുറത്തു പോവാ. 1-2 കാര്യങ്ങളുണ്ട്. കാണും. ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് ഒളിച്ചോട്ടമാണല്ലോ. ഇതിന്റെ പേര് ഒളിച്ചോട്ടം എന്നല്ല. ചില കാര്യങ്ങൾ കൺമുന്നിൽ നടക്കുമ്പോ അത് കാണണ്ടാന്ന് തീരുമാനിച്ചു. അത് നല്ല കാര്യമല്ലേ? അമ്മ ഒരിടത്തും പോണ്ട. മായാൻറ്റി ഇവിടെ വരുന്നോണ്ട് അമ്മയ്ക്ക് എന്താ കുഴപ്പം? എനിക്ക് പോണ്ട അത്യാവശ്യമുണ്ട്. എന്തത്യാവശ്യം? അമ്മയ്ക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഇവിടെ വരുമ്പോ അച്ഛൻ ഇങ്ങനെ ഇറങ്ങിപ്പോയാ അമ്മ സഹിക്കോ? അച്ഛൻ അമ്മ നാണം കെടുത്തിന്ന് പറയില്ലേ? മോൾക്കിപ്പോ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ അറിയൂ. അമ്മയുടെ ഒരു വാക്കും മോൾക്കിപ്പോ മനസ്സിലാവില്ല. പിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ അമ്മ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുമില്ല, ബഹളം വെക്കുന്നുമില്ല. ബട്ട് റിമെമ്പർ വൺ തിങ്, ഈ ഒഴിവാക്കലുകൾ തുടങ്ങി വെക്കുന്നത് താനാ. ഞാൻ അതിന് ശ്രമിക്കുമ്പോൾ എനിക്ക് മാത്രമായിട്ട് കുറ്റമുണ്ടാവാൻ പാടില്ല. സാരംഗിന് പ്രിയപ്പെട്ട ഒരു ഗസ്റ്റ് വരുന്നു. ആ സമയത്ത് അവർക്ക് പ്രിയപ്പെട്ടത് മാത്രമേ ഇവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. സാരംഗിന്റെ ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്തോ. എന്റേതായ സമാധാനങ്ങൾ ഞാൻ നോക്കിക്കോളാം. എന്തൊരു സ്വഭാവം അമ്മയുടെ. പോയി പോയി അമ്മ ഇപ്പൊ ഒരു വലിയ കുശുമ്പി ആയിട്ടുണ്ട്. നോ നോ, അങ്ങനൊന്നും പറയരുത്. വാശിയെന്ന് പറയാൻ പഠിക്കണം. അമ്മ വാശി കാണിക്കട്ടെ. അമ്മയുടെ വാശി ജയിക്കാതിരിക്കാൻ നമുക്ക് നോക്കാം. അമ്മായി എവിടെ? മുറിയിലുണ്ട്. കുളിച്ച് റെഡി ആയിക്കോട്ടെ എന്ന് കരുതി. പാവം, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ കരഞ്ഞു. ഒട്ടും വയ്യ അതിന്. എന്തെങ്കിലും പറ്റിപ്പോന്നുള്ള പേടിയാ. അവൾക്ക് വേറെ ആരും ഇല്ലല്ലോ. അവരെ രണ്ടുപേരെയും കണ്ടാൽ തന്നെ അവരുടെ ജീവിതത്തിന്റെ ദയനീയ അവസ്ഥ മനസ്സിലാവും. പ്രത്യേകിച്ച് ആ കുട്ടിയുടെ കാര്യം. ഇപ്പോഴും ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടോ? നമ്മൾ ഈ സിറ്റിയിലുള്ളവരുടെ മത്സരമല്ലേ കാണുന്നുള്ളൂ. ഒന്നുമില്ലാത്തവരിഷ്ടം പോലെയുണ്ട്. നമ്മളങ്ങോട്ട് എത്താറില്ലെന്ന് മാത്രം. ആ പിന്നെ കുളി കഴിഞ്ഞ് വരുമ്പോ അമ്മയോട് രഞ്ജിത്ത് തന്നെ സംസാരിക്കണം കേട്ടോ. ഞാൻ എന്ത് സംസാരിക്കാൻ? അല്ല, ആവണിയുടെ കാര്യേ. എനിക്ക് അമ്മായിയുടെ മുഖത്തോക്കി ഒന്നും പറയാൻ പറ്റില്ല. താൻ എന്തായി പറയുന്നേ? തന്റെ ബന്ധുവല്ലേ, അപ്പൊ ഞാനാണോ പറയേണ്ടത്? രഞ്ജിത്തിന്റെ ബന്ധുവല്ലല്ലോ, അപ്പൊ പിന്നെ രഞ്ജിത്തിന് പറഞ്ഞൂടെ? എന്നെ കൊണ്ട് എന്തായാലും നടക്കൂല. അത് കൊള്ളാം. കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അത് സൂത്രത്തിൽ താനങ്ങ് ചെയ്യ. അമ്മായിയോട് അങ്ങനെ സൂത്രം പറയാനും പറ്റിക്കാനൊന്നും പറ്റില്ല എനിക്ക്. പറയുമ്പോ കുറെ ബന്ധുക്കളൊക്കെ ഉണ്ട്. കാണുമ്പോ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് നിർത്തുന്നതും തലോടുന്നതൊക്കെ ഈ ഒരു അമ്മായി മാത്രമേ ഉള്ളൂ. അനാമിക, പൊതുവേ ഈ വിഷമമുള്ള ആളുകളോട് എന്തെങ്കിലും പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാ. അതിന്റെ കൂടെ അവർ ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുമ്പോ. രഞ്ജിത്ത്, മനസ്സൊന്ന് കടുപ്പിക്ക്, എന്നിട്ട് അങ്ങ് തീർത്ത് പറ. പറയല്ലേ? പിന്നെ തനിക്കത് വിഷമാവോ? എന്റെ വിഷമം കണക്കാക്കണ്ട, പറഞ്ഞാ മതി. എന്തായാലും കുറച്ച് കഴിയട്ടെ. ഞാനൊന്ന് പ്രിപ്പയർഡ് ആവട്ടെ. പ്രിപ്പയർ ചെയ്യാൻ ഇതെന്താ, പരീക്ഷ മറ്റാണോ? പരീക്ഷയല്ല, പരീക്ഷണം. എടോ, എന്റെ ഓഫീസ് ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും ഞാൻ നിസ്സാര സമയം കൊണ്ട് പരിഹരിക്കും. പക്ഷെ ഈ ബന്ധുക്കളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു നിസ്സാര പണിയല്ലടോ. അറിയാലോ, ഞാനത് വിട്ടെ. എടോ, താൻ നിന്നേ. എന്താ? ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യാം. ഒന്ന് പുറത്തിറങ്ങി എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് ഒരു പേയിങ് ഗസ്റ്റ് വേക്കൻസി ഉണ്ടോ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെയും കൂട്ടി ഒന്ന് പുറത്തൊക്കെ പോയിട്ട് അമ്മായി ആവണി ആ സ്ഥലം ഒന്ന് കാണിക്കാം. അത് അവർക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട ശേഷം നമുക്ക് അവരോട് കാര്യങ്ങൾ പറയാം. പണ്ട് തമാശയെ പറയുന്നൊരു കഥയുണ്ട്, കൊക്കിനെ പിടിക്കുന്ന കഥ. പാടവരമ്പത്ത് വെയിലത്തിരിക്കുന്ന കൊക്കിന്റെ തലയില് വെണ്ണ കൊണ്ടുപോയി വയ്ക്കും.
വെയിലത്ത് ആ വെണ്ണ ഉരുകി ഉരുകി കൊക്കിന്റെ തലയിലേക്ക് വീഴുമ്പോ കൊക്കിന് കണ്ണ് കാണാതാവും. അപ്പൊ പോയി പിടിക്കും. അതാണ് കഥ. ഈ പറഞ്ഞതിനേക്കാൾ എനിക്ക് ആ കഥയാ മെച്ചമെന്ന് തോന്നുന്നേ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഒറ്റയടിക്ക് എന്നിട്ട് ഞാനൊരു ക്രൂരനാണ്, എനിക്കൊന്നും സമ്മതിച്ചു തരാൻ പറ്റില്ല എന്ന് പറയണോ? എങ്ങനെ പറഞ്ഞാലും ശരി, ഇവിടുത്തെ പ്രൈവസി വേണമെങ്കിൽ ഭവാൻ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാവും. ഞാൻ പോട്ടെ. നീ അവളെ വിളിച്ചിരുന്നോടാ? ആരെ? വേറെ ആരെയാ? സ്നേഹേ. അവൾക്ക് കുഴപ്പമല്ല ഉണ്ടോന്ന് ചോദിച്ചായിരുന്നോ? അത് ഇന്നലെ തന്നെ ചോദിച്ചാ. കുഴപ്പമൊന്നുമില്ല. നേരം വെളുത്തിട്ട് വിളിച്ചില്ലേ? ഇല്ല. കൊള്ളാടാ, കൊള്ളാം. എടാ, നീ ചികിത്സിക്കുന്ന ഒരു രോഗിയോട് ദിവസത്തിൽ 3 നേരം എങ്ങനെയുണ്ടെന്ന് നീ ചോദിക്കാറില്ലേ? ആ മര്യാദ എങ്കിലും നിനക്ക് അവളോട് കാണിച്ചുവിടാ. ഇതിപ്പോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കൂടെ കൂടെ വിളിക്കാനൊന്നും എനിക്ക് വയ്യ. ഞാൻ പറയുമ്പോ നിനക്ക് വിളിക്കാൻ വയ്യ. എന്നാ രഹസ്യമായിട്ടുള്ള വിളികളൊക്കെ നടക്കുന്നു അല്ലടാ? പിന്നെ രഹസ്യം പറഞ്ഞ് തലയ്ക്കെന്താ ഓളമായോ? അതേടാ, എനിക്ക് വട്ടാ. അതുകൊണ്ടാണല്ലോ നിന്നെ ഞാൻ സഹിക്കുന്നത്. ആഹാ, മൈഥിലി മോളാണോ? വാ വാ. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ് മാം. ഗസ്റ്റ് ഉണ്ടല്ലോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇന്ന് ഔട്ടിങ്ങാ. പോകാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഇല്ലാത്തോണ്ട് നേരെ ഇങ്ങോട്ട് വെച്ചു പിടിച്ചു. അല്ലേ ഇത് കുട്ടാ? ആ, മൈഥിലി ഇരിക്ക്. സ്നേഹക്ക് എങ്ങനെയുണ്ടടാ? വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തായിരുന്നു. ഞാൻ ആ കുട്ടി ഒന്ന് വിളിച്ച് ചോദിച്ചാലോ എന്ന് കരുതിയതാ. പിന്നെ വേണ്ടാന്ന് വെച്ചു. അതേതായാലും നന്നായി. ഏതുകുട്ടാ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല, ഔട്ടിംഗ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ എന്താ കൊച്ചിന് കാണിച്ചു കൊടുക്കാനുള്ളത്? ആ, ഏതുകുട്ടാ, നമ്മുടെ പള്ളി വക കൃഷിത്തോട്ടത്തില് ഇന്ന് വിളവെടുപ്പാ. ഏതുകൂട്ടം വിളവെടുപ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല ഫാദർ. ആ, എന്നാ കുറച്ച് വേണ്ട നമുക്ക് അങ്ങോട്ട് പോകാം. കുട്ടികളൊക്കെ കണ്ടിരിക്കട്ടെ, അല്ലേ മൈഥിലി? ഇതിനേക്കാളും വലിയ വിളവെടുപ്പാ നാട്ടില്, കൃഷിയിടത്തില്. ഓഹോ. എപ്പോഴും വിളിക്കും, ഞാൻ ചെല്ലാന്നും പറയും. പക്ഷെ നടക്കാറില്ല. അപ്പൊ ഇതാണ് വിധിച്ചെന്നാ കരുതിയാ മതി. സാറിന്റെ വിശേഷം എന്തൊക്കെയുണ്ട്? അങ്ങനെ പോകുന്നു. അതൊന്നുമല്ല, വീട്ടിലെപ്പോഴും പ്രശ്നമാ. ഏത് കുട്ടാ? അമ്മയല്ലേ പറയാ, നമുക്ക് ഇഷ്ടമുള്ളവരോട് സങ്കട വിഷമമൊക്കെ പറയാന്ന്. പറയട്ടെ മോളെ, കുഞ്ഞു മനസ്സില് അധികം സങ്കടം കൂട്ടിയിടാൻ ശ്രമിക്കരുത്. അവരതങ്ങ് പറഞ്ഞു തീർക്കട്ടെ. ഫാദറെ, ദൈവത്തിന് എല്ലാവരോടും സ്നേഹമില്ലേ? അതെ. എന്നിട്ടെന്താ ദൈവം ആൾക്കാരെ തമ്മിൽ തല്ലിക്കുന്നേ? പറഞ്ഞേ. ചോദിച്ചത് ഒരു സാധാരണ ചോദ്യമല്ല. ഇപ്പൊ അതിന്റെ ആഴം നിനക്ക് അറിയാമോന്ന് ഫാദറിന് അറിയില്ല. മോനെ, ഈ നന്മയെന്നും തിന്മയെന്നും 2 പക്ഷമുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ 2 പക്ഷത്ത് നിൽക്കുന്നവരും അതിൽ ഉറച്ചു നിൽക്കും. അപ്പോഴാണ് ആളുകൾ തമ്മിൽ സംഘർഷമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അപ്പോഴും ദൈവം ആരുടെ പക്ഷത്താ നിൽക്കുക? നന്മയുടെ പക്ഷത്ത്. അല്ലെങ്കിൽ തന്നെ നന്മയുടെ പേരാണ് ദൈവം എന്നുള്ളത്. മനസ്സിലായോ ഏതുകുട്ടന്? മാഡം, ഇവനെ സൂക്ഷിക്കണം കേട്ടോ. ഇത്രയും കാമ്പുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആള് ചിന്തിക്കുന്നത് കുറച്ചൊന്നും ആയിരിക്കില്ല. ഞാനിടയ്ക്ക് നോട്ട് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ചെറിയ ചെറിയ കഥയും കവിതയൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ സംശയിക്കാനൊന്നുമില്ല. അല്ല മൈഥിലി, ഉച്ചയ്ക്ക് ഉണ്ണാൻ 2 പേരും ഉണ്ടാവോ? ഏത് കുട്ടാ? എനിക്ക് സമ്മതം. ഏതുക്കുട്ടന് സമ്മതമാണെങ്കിൽ പിന്നെ അമ്മയ്ക്ക് സമ്മതം. ഉച്ച വരെ നമുക്ക് ഇവിടെ അങ്ങ് കൂടാന്നേ. അതെ, മാമിനെ തിരക്കൊന്നുമില്ലല്ലോ. അതെന്താ, ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് പോണോ? അയ്യോ, ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്. മാമും മോനൂടെ അല്പനേരം ഉണ്ടെങ്കിൽ അത് എനിക്കും ഫാദറിനും അതൊരു സന്തോഷമാ. അതുകൊണ്ട് ചോദിച്ചതാ. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. ഇപ്പൊ വേണ്ട, പോകുന്നതിന് മുമ്പ് പറയാം. എനിക്ക് പെട്ടെന്ന് തന്നെ മടങ്ങണം മോളെ. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. അത് നമുക്ക് നോക്കാം അമ്മായി. അമ്മായി, കുറച്ച് കഴിഞ്ഞിട്ട്
നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് പുറത്തു പോവാം. അയ്യോ, അതൊന്നും വേണ്ട മോനെ. അതൊന്നും സാരമില്ല. ഇവിടെ അടുത്ത് ഒന്ന് രണ്ട് നല്ല വീടുകളുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്കും ജോലിക്കാർക്കും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്നത്. അവിടെയാവുമ്പോ താമസവും ഭക്ഷണമൊക്കെ അവർ തന്നെ നോക്കിക്കോളും. അമ്മായിയുടെ അവസ്ഥയില് മാസാമാസം അതിനുള്ള തുക ഒരു ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്കറിയാം. അത് ഞങ്ങൾ ചെയ്തോളാം. തൽക്കാലം ആവണി അവിടെ നിൽക്കട്ടെ. അല്ല മോനെ, ഇവിടെ ഞങ്ങളുടെ വാടക വീട് എപ്പോ വേണമെങ്കിലും മാറേണ്ട ഒരു അവസ്ഥയില്ല. മാത്രമല്ല, ഞാൻ പുതുതായി ജോലി നോക്കുന്നത് കുറച്ച് ദൂരെയുവാ. അത് ശരിയാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പൊ പിന്നെ ആവണി പെട്ടുപോകും. രഞ്ജിത്ത് പറയുന്നത് കാര്യമാണ് അമ്മായി. അമ്മായി പേടിക്കണ്ട. ഈ പറയുന്ന സ്ഥലങ്ങളൊന്നും ഒരു കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളാ. അത് വേണ്ട. നിങ്ങളുടെ ബുദ്ധിമുട്ട് അമ്മായിക്ക് മനസ്സിലാവും. പക്ഷേ ഇത്രയും ദൂരെ ഒരു സ്ഥലത്ത് ഇവളെ തനിച്ചു നിർത്താൻ പറ്റില്ല. ഇവൾക്കും അതിനുള്ള ധൈര്യമില്ല. ഉണ്ടോടി? ഇല്ല. എന്താ ഈ പറയുന്നേ? ആവണിയുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ എത്രയോ വലിയ വലിയ സിറ്റികളിൽ പഠിക്കുന്നില്ലേ, വിദേശത്തേക്ക് പോകുന്നില്ലേ? ഇങ്ങനെ അമ്മയും തട്ടിമുട്ടി നിൽക്കുന്നോണ്ട് ആവണിയുടെ രീതികളൊന്നും മാറാത്തത്. ഞങ്ങളിടയ്ക്ക് വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോളാടി. നാട്ടിലേതെങ്കിലും പ്രൈവറ്റ് കോളേജ് നോക്കാന്ന് ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞതാ. അപ്പോൾ അമ്മ നിർബന്ധിച്ചു. അമ്മ മാത്രമല്ല, എൻ്റെ സാറുമാരും. എന്താണെന്നറിയോ, BAക്ക് നല്ല മാർക്കുണ്ട്. അപ്പോൾ കൂടി ഏതെങ്കിലും കോളേജിൽ പഠിച്ചാൽ നന്നായിരിക്കുമെന്നാ സാറുമാർ പറയുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാം. അവിടെ പഠിക്കാൻ അവൾക്ക് യോഗമെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അമ്മ എന്തായി പറയുന്നേ? അഡ്മിഷൻ ശരിയാക്കി ഇവിടെ വരെയൊക്കെ എത്തിയിട്ട് കൂടും കുടുക്കെടുത്ത് പുറപ്പെട്ടു വരുമ്പോൾ അമ്മായിയുടെ മനസ്സിൽ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: അവിടെ ആരുണ്ട്? നീയുണ്ട് എന്നതായിരുന്നു ഉത്തരം. ഇനിയിപ്പോ നിങ്ങൾ ഇവിടുന്ന് മാറുകയോ ഇവിടെ നിർത്താൻ പറ്റാതെ വരികയോ ചെയ്താൽ വേറൊന്നും ആലോചിക്കാനില്ല. മോനെ രഞ്ജിത്തെ, വൈകുന്നേരം പുറപ്പെടുന്ന ബസ്സിൽ ഞങ്ങളെ ഒന്ന് വിടണം. ഒരു ഓട്ടോറിക്ഷ പിടിച്ചു തന്നാലും മതി. അമ്മായി, ഞാൻ നിങ്ങളെക്കുറിച്ച് ഒന്നും കരുതില്ല. ഓരോരുത്തരുടെ വിഷമം അവരവർക്കല്ലേ മനസ്സിലാകൂ. സത്യം പറഞ്ഞാ ഇങ്ങനെ വരവും ചോദ്യവും പാടില്ലായിരുന്നു. അനാമിക, ഇപ്പൊ തൽക്കാലം ആവണി നമ്മുടെ കൂടെ നിൽക്കട്ടെ, അല്ലേ? എന്റെ ജോലി ശരിയായിട്ടൊന്നുമില്ലല്ലോ, അതാവുമ്പോ നോക്കാം. ഇവളിവിടെ നിൽക്കട്ടെ അമ്മായി. പക്ഷേ ഒരു കാര്യം, രഞ്ജിത്തിന്റെ ജോലിയുടെ കാര്യങ്ങളോ മറ്റോ ശരിയാവുകയാണെങ്കിൽ അപ്പൊ ഇവളെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോകാനുള്ള വാശിയൊന്നും കാണിക്കരുത്. ഞങ്ങൾക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന സ്ഥലത്ത് ഇവളെ നിർത്തും. പറ്റോ? വേണ്ടമ്മേ, നമുക്ക് പോവാം. ഇനിയിപ്പോ താനായിട്ട് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. ഞങ്ങൾ എത്ര നാൾ ഇവിടെ ഉണ്ടോ അതുവരെ താൻ ഇവിടെ ഉണ്ട്. മോന് വിഷമമായോ? ഇല്ല അമ്മായി, എന്ത് മനസ്സിൽ തോന്നിയാലും അത് തുറന്നു പറയുന്ന കൂട്ടത്തിലെ രഞ്ജിത്ത്. എന്തിനാ സമ്മതിച്ച്? ഒന്നുമില്ലടോ, ആ പാവത്തിന്റെ ദയനീയാവസ്ഥ കാണുമ്പോ വേറെന്ത് പറയാനാ? നമ്മളായിട്ടൊരു കുട്ടിയുടെ വിദ്യാഭ്യാസം മുടക്കുന്നവരണ്ട ഇവിടെ നിൽക്കട്ടെ. രഞ്ജിത്ത്, ആ കുട്ടിയൊരു അസ്വസ്ഥതയാണെന്ന് കരുതി ഞാൻ പെരുമാറൊന്നുമില്ല. താൻ പേടിക്കണ്ട. എന്തായാലും അവരെ തിരിച്ചുവിടാൻ വയ്യ, ആ പാവത്തിനെ കരയിക്കാനും. താൻ അങ്ങോട്ട് ചെല്ല. നീ എന്ത് തീരുമാനിച്ചു അരുൺ? ഇതിങ്ങനെ കൂടെ കൂടെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ മാം? ഞാൻ പറഞ്ഞില്ലേ. നോക്ക്, എനിക്കിതൊരു നിസാര കാര്യമായിട്ട് കാണാൻ പറ്റില്ല. നീയും സ്നേഹം തമ്മിലുള്ള പ്രശ്നം എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാ ഉറക്കം കിട്ടാത്തൊരവസ്ഥയാ. സ്നേഹ കടുംപിടുത്തം പിടിക്കുന്നതിന് മാം ഉറങ്ങാണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഫാദർ ആയാലും ഞാനായാലും നിന്നെ കാണുന്നത് യദുവിന്റെയും യാമിയുടെയും തൊട്ടു മുകളിലുള്ള ഒരാളായിട്ടാ. ഞങ്ങൾക്കല്പം ശാസിക്കാനും ഉപദേശിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരാള്. അതല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഞങ്ങളെ നീ മനസ്സിലാക്കുന്നില്ല. കുറച്ചു കാലം ഒന്നും മിണ്ടാതിരുന്നു എന്ന് വെച്ചിട്ട് എന്ത് സംഭവിക്കാനാ? അത് ആ കുട്ടിക്ക് സന്തോഷാവാണെങ്കിൽ ആയിക്കോട്ടെ.
മാം പ്ലീസ് വേറെന്തെങ്കിലും പറ. ഓക്കെ, വേറെന്തെങ്കിലും സംസാരിക്കാം. നിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴല്ലേ കുഴപ്പമുള്ളൂ. എന്റെ ജീവിതത്തെക്കുറിച്ച് പറയാലോ. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? സ്നേഹയും നീയും തമ്മിലുള്ള വിവാഹം മുടങ്ങിയത് ആഘോഷാക്കുന്ന ഒരാൾ എന്റെ വീട്ടിലുണ്ട്, സാരംഗ്. ആഘോഷത്തിന്റെ പിന്നിൽ എന്താന്ന് നിനക്ക് അറിഞ്ഞൂടെ? രഞ്ജിത്തിനോടും അനാമികയോടും ഒക്കെ സാരംഗ് ചോദിക്കുന്ന ചോദ്യം ഇപ്പൊ സാരംഗ് പറഞ്ഞതൊക്കെ ശരിയായില്ല എന്നാ. സാരംഗ് പറയുന്ന ഓരോ വാക്കിനും മറുപടി പറഞ്ഞ് ഇത്രയും നാൾ ഞാൻ പിടിച്ചു നിന്നു. ഇനി എനിക്കതിന് പറ്റില്ല. മാം നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നില്ല എന്ന് തീരുമാനിച്ചില്ലേ, അതോടെ ഇല്ലാതാവുന്നത് എന്റെ ജീവിതം കൂടിയാ. വളരെ കുറച്ചുപേരോട് മാത്രം ഞാനൊരു ചീത്ത സ്ത്രീയാണെന്ന് സാരംഗ് പറഞ്ഞിട്ടുള്ളൂ. നാളെ വേറെ പലരോടും ആവും. ചിലപ്പോ കാട്ടുതീ പോലെ പടർന്നു വരും. അങ്ങനെയൊക്കെ എന്നെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? മാം എന്തീ പറയുന്നത്? മാമിനെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അവരുടെ നാവ് ഞാൻ അരിഞ്ഞെടുക്കും. എല്ലാവരും എന്നെ കുറ്റം പറയുന്നത് അതിന് നിന്റെ മുന്നിൽ വെച്ചാണോ? ഒരു സ്ഥലത്ത് ആരും ഒന്നും പറയില്ല. ഏറ്റവും വൃത്തികെട്ട ഇടങ്ങളിൽ എന്റെ പേര് വലിച്ചു വയ്ക്കപ്പെടും. അരുൺ, ഒരു ചേച്ചിക്ക് തന്റെ അനുജനോട് ചെയ്യാവുന്ന ഏറ്റവും താഴ്ന്ന റിക്വസ്റ്റ് ആണ് ഞാനിപ്പോ ചെയ്യുന്നത്. സ്നേഹം നീയും തമ്മിൽ വേർപിരിയാൻ പാടില്ല. നിങ്ങളുടെ കുഞ്ഞ് അവന്റെ അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടി വളരണം. മാം ബാക്കി ഒന്നും തൽക്കാലം ചിന്തിക്കണ്ട. ഒരു കാര്യം ഓർത്തോ, സ്നേഹം നീയും അറിഞ്ഞു ചെയ്ത തെറ്റാണ് ആ കുഞ്ഞ്. അതിൽ നിന്നും നിങ്ങൾ ആരും ഒഴിഞ്ഞു മാറിയാലും അതിന്റെ ശാപം നിങ്ങളുടെ തലയിലുണ്ടാവും. ഏതുകൂടം ഗിറ്റാർ കൊണ്ടുവരുമായിരുന്നെങ്കിൽ അതൊന്ന് വായിച്ചു കേൾക്കായിരുന്നു. ഞാൻ ഇനി വരുമ്പോ കൊണ്ടുവരാം ഫാദർ. ആ, മേടയിലായിരുന്നെങ്കിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ അതത്രയ്ക്ക് അങ്ങ് പോരാ. അയ്യോ, പോരാന്ന് പറഞ്ഞ ഫാദറിനതൊന്നും അറിഞ്ഞൂടാ കേട്ടോ. അവിടെ പള്ളിയിൽ പാടാൻ വരുന്ന കുട്ടികള് എടുത്തു നോക്കിയിട്ട് പറഞ്ഞതാ. മേടയിലേക്ക് തിരിച്ചെത്തിയിട്ട് ഞാനത് ശരിപ്പെടുത്തി വെക്കുന്നുണ്ട്. ആർക്കു വേണ്ടിയാ? ഏതുക്കുട്ടന് വേണ്ടി. ഇടയ്ക്കിടയ്ക്ക് ഫാദറിനെ കാണാൻ വരുമോ? ആ, ഫാദറിന് ഇഷ്ടായോ? നല്ലോണം. മിടുക്കൻ. എന്താ ഫാദർ? ഏയ്, ഞങ്ങൾ കുറെ കാര്യങ്ങൾ അങ്ങ് സംസാരിച്ചു. ഇനി മുതൽ ഇടയ്ക്കിടയ്ക്ക് ഏതുകൂട്ടൻ എന്നെ കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാദർ, അരുൺ എന്താ ഫാദറിനോട് പറയാനുണ്ടെന്ന്? എന്താടാ? എന്താ പറയാനുള്ളത്? പറ. എന്താ മതി ഇത്രയ്ക്ക് കനപ്പെട്ട കാര്യം? അല്പം കനമുള്ള കാര്യമാണ് ഫാദർ. അവൻ വിവാഹത്തിന് സമ്മതിച്ചു. ആണോടാ? മാം നിർബന്ധിക്കുന്നു. എനിക്ക് മാം പറയുന്നത് എതിർക്കാൻ വയ്യ. അരുണങ്ങളിലെ കല്യാണമാണോ അമ്മേ? അതെ. എന്നാ? പെട്ടെന്നുണ്ടാവും. നന്നായി, നല്ല തീരുമാനം. എൻ്റെ ഒരു തീരുമാനവും എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിൽ തടസ്സമാകാൻ പാടില്ല. ഞാൻ താഴ്ന്നു കൊടുക്കാം, എത്ര വേണമെങ്കിലും താഴാം എൻ്റെ ചേച്ചിക്ക് വേണ്ടി.